ഹലോ, ഈ അടുത്ത് ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ വിസിറ്റ് ചെയ്ത ഒരു സ്പോട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് പോയത് ട്രെയിനിനാണെങ്കിലും പിന്നെ അവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തത് മെട്രോയിലും പിന്നെ റാപ്പിഡോ ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ടുള്ള ടാക്സികളിലൊക്കെ ആട്ടോ. ഇത് ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഹെറിറ്റേജ് സെൻറ്റർ ആൻഡ് എയ്റോസ്പേസ് മ്യൂസിയം ആണ്. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രവും സാങ്കേതിക മുന്നേറ്റങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ എയ്റോസ്പേസ് മ്യൂസിയമാണിത്. 2001 സ്ഥാപിതമായ ഈ മ്യൂസിയം വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, വിവിധ പ്രതിരോധ സാമഗ്രികൾ എന്നിവ നേരിട്ട് കണ്ടറിയാനുള്ള മികച്ചൊരു അവസരമാണ് നമുക്ക് നൽകുന്നത്. ഇതിനകത്തൊരു 3-4 മണിക്കൂർ നടന്നു കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചിരുന്ന MiG-21, MiG-27 പോർ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, പൈലറ്റില്ലാത്ത വിമാനമായ ലക്ഷ്യ, പിന്നെ പരിശീലന വിമാനമായ ഹൻസ എന്നിവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിമാനങ്ങൾ പ്രവർത്തിക്കുന്ന രീതി കാണിക്കുന്ന ഫ്ലൈറ്റ് സിമുലേറ്ററുകൾ, എയർ ട്രാഫിക് കൺട്രോൾ റൂമിന്റെ മാതൃക, സ്പേസ് ഷട്ടിൽ മോഡ്യൂളുകൾ എന്നിവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹെറിറ്റേജ് സെന്ററിൽ ഇന്ത്യയുടെ വ്യോമയാന മേഖലയുടെ 70 വർഷത്തെ ചരിത്രം വ്യക്തമാകുന്ന ഫോട്ടോകളും എഞ്ചിനീയറിംഗ് മാതൃകകളും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഈ മ്യൂസിയം തുറന്നിരിക്കും കേട്ടോ. ടർബൈൻ എഞ്ചിനുകളും റഡാർ കൺട്രോളറുകളും ഇതിന്റെ പ്രവർത്തന രീതികളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ HALന്റെ കഴിഞ്ഞ 70 വർഷത്തെ നേട്ടങ്ങളെ കോത്തിണക്കിയിട്ടുള്ള ഒരു ഫോട്ടോ ഗാലറിയും അതുപോലെ തന്നെ ഹെർബൽ ഗാർഡനും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ടൊരു ചെറിയ പാർക്കും ഇതിന്റെ സമീപത്ത് തന്നെയുണ്ട്. പഴയ എയർപോർട്ട് റോഡ് HAL പോലീസ് സ്റ്റേഷന് സമീപം മാരത്തഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാംഗ്ലൂരിൽ ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ എയ്റോസ്പേസ് മ്യൂസിയത്തിലെ കഫറ്റീരിയയോട് ചേർന്ന് ഒരു സൊവനിയർ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ കുറേ സാധനങ്ങൾ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഐക്കണിക് ഇന്ത്യൻ വിമാനങ്ങളുടെ സ്കെയിൽ മോഡലുകൾ, അതായത് തേജസ്, ധ്രുവ, മാരുത് അങ്ങനത്തെ വിമാനങ്ങളുടെ മോഡലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മേടിക്കാം. അതുപോലെ കുറേ ടോയ്സ്, പിന്നെ ക്യാപ്പ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ അവിടെ സെല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാട്ടോ ഇത്. ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അഡൾട്ട്സിന് 120 റുപ്പീസാണ് പെർ ഹെഡ്. അതുപോലെ തന്നെ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 റുപ്പീസാണ് പെർ ഹെഡ്. പിന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഈ സ്ഥലം മൊത്തത്തിൽ നമ്മൾ കണ്ടു തീർക്കാനായിട്ട് എടുക്കും. ഇതുവരെ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാത്തവരെ ഇനി ബാംഗ്ലൂർ പോകുമ്പോൾ ഈ ഒരു സ്ഥലവും വിസിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ബൈ ബൈ, സീ യു.